ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും വെർസറ്റൈൽ മൊമെൻറ്റ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വ്യത്യസ്തങ്ങളായ വീഡിയോയുമായി എത്തുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക, ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഷ്രൈൻ ഓഫ് റിമംബ്രൻസ് എന്ന് പറയുന്ന വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ മെൽബണിലുള്ള വാർ മെമ്മോറിയൽ കാണാനാണ്. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് സതേൺ ക്രോസ് റെയിൽവേ സ്റ്റേഷനിലാണ്. മുൻപുള്ള പല വീഡിയോകളിൽ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര നന്നായിട്ട് അത് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ 16 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതിൽ ഓരോ പ്ലാറ്റ്ഫോമും എയും ബിയുമായിട്ട് തിരിച്ചിട്ടുണ്ട്. കൂടുതൽ സർവീസ് നടത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ഇത് PTV പബ്ലിക് ട്രാൻസ്പോർട്ട് വിക്ടോറിയയുടെ കസ്റ്റമർ കെയർ സർവീസ് സെൻ്ററാണ്. ഇവിടെയാണ് മൈക്ക് കാർഡ് വാങ്ങാനും കാർഡ് റീചാർജ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്കി കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് സിറ്റിയിൽ എല്ലായിടത്തും തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ റീചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതിനുവേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള കിയോസ്കുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയൊക്കെ തന്നെ അതിൻ്റെ ബാലൻസ് അറിയാനും അതിൻ്റെ പ്രീവിയസ് ട്രാൻസാക്ഷൻസ് ഒക്കെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ആ കിയോസ്കുകളിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ സ്റ്റേഷന് പുറത്ത് കടന്നു. ഇനി റോഡ് ക്രോസ് ചെയ്ത് ട്രാം പിടിക്കണം. ഇത് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ബട്ടണാണ്. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഒരു ബസർ സൗണ്ട് കിട്ടും. അതായത് ട്രാഫിക്കൊക്കെ നോക്കിയിട്ടാണ് ബസർ സൗണ്ട് വരുന്നത്. ഗ്രീൻ സിഗ്നൽ വരുമ്പോഴത്തേക്കും ബസർ സൗണ്ട് ഓപ്പൺ ആകും. നമുക്കത് റോഡ് ക്രോസ് ചെയ്യാം. 10-20 സെക്കൻഡ് നേരത്തേക്ക്, അപ്പോഴത്തേക്കും നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്താം. അപ്പോഴത്തേക്കും ബസർ സൗണ്ട് നിൽക്കുകയും ചെയ്യും. ഇത് എല്ലാ ജംഗ്ഷനിലും നമുക്ക് ഈ ബസർ കാണാം. എല്ലാ ജംഗ്ഷനിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ എല്ലായിടത്തും ഈ ബസറുണ്ട്. അതുകൊണ്ട് പെഡസ്ട്രിയൻസിന് റോഡ് ക്രോസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ട്രാം എത്തിയിട്ടുണ്ട്. നമ്മളതിൽ കയറി നമുക്ക് ഷ്രൈൻ ഓഫ് റിമംബ്രൻസിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങണം. നല്ല സൗകര്യമുള്ള ട്രാമുകളാണ്. എല്ലാം ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. പലതിനും ഒരു മെട്രോ ട്രെയിനിൻ്റെ നീളം തന്നെ ഉണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഫ്ലിൻറ്റേഴ്സ് സ്റ്റേഷൻ്റെ മുന്നിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. യാരാനിധിക്ക് കുറുകെയുള്ള പാലത്തിന് മുകളിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. യാരാനദിയാണ് ദൂരെ കാണുന്നത്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് NGVയുടെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത്. ഇത് NGV എന്ന് പറഞ്ഞാൽ നാഷണൽ ഗാലറി ഓഫ് വിക്ടോറിയ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ ഇവിടെ വലിയൊരു അട്രാക്ഷനാണ്, ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണിത്. ബേസിക്കലി ഇതൊരു ആർട്ട് ഗാലറിയാണ്. ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും ഉള്ള ആർട്ട് ഫോംസ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഇടം. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കൽ ഇതിനകത്ത് വന്നതാണ്. പക്ഷെ അന്ന് ഒരുപാട് തിരക്കുകളായിരുന്നതിനാൽ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ഇതൊക്കെയാണ് ഇതിനകത്തുണ്ടായിരുന്ന ഒരുപാട് കാഴ്ചകൾ. ചില കാഴ്ചകൾ അന്ന് ഫോട്ടോസായിട്ട് എടുത്തതായിരുന്നു. സിറ്റിക്കുള്ളിൽ തലങ്ങും വിലങ്ങും എല്ലാം ട്രാം സർവീസുകളാണ്, ട്രാം ലൈൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമേ ഉള്ളൂ സിറ്റിക്കുള്ളിൽ. കാറുകളൊക്കെ വളരെ വിരളമായിട്ടാണ് ഇവിടെ എത്തുന്നത്. പിന്നെ സിറ്റിക്ക് പുറത്തോട്ട് പോകാൻ മാത്രം ടാക്സികളെയൊക്കെ, യൂബർ പോലുള്ള ടാക്സികളെയൊക്കെ ആശ്രയിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ എല്ലായിടത്തും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സിറ്റിക്കുള്ളിൽ എല്ലാവരും തന്നെ ട്രാമിനെയാണ് ആശ്രയിക്കുന്നത്. 200-300 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ
ട്രാം സ്റ്റോപ്പുകളുണ്ട്. അതുകൊണ്ട് ഒരുപാട് നടക്കേണ്ട പോലും ആവശ്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിറ്റിക്കുള്ളിൽ ട്രാം എല്ലാം ഫ്രീ ആണ്. നമ്മൾ ഷ്രൈൻ ഓഫ് റിമംബറൻസ് സ്റ്റോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് പുറത്ത് കടന്ന് വേണം ഷ്രൈൻ ഓഫ് റിമംബറൻസിലേക്ക് പോകാനായിട്ട്. മെയിൻ വഴിയെ പോയാൽ കൂടുതൽ ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു ഷോർട്ട് കട്ടിലൂടെ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അല്പം പൊക്കത്തിലാണ്, നടന്ന് വേണം മുകളിലേക്ക് കയറാനായിട്ട്. നടന്നു വരികയാണെങ്കിൽ ഇതാണ് പ്രധാന വഴി. അപ്പോൾ അത് ഒരുപാട് നടക്കണം, അതുകൊണ്ടാണ് ഷോർട്ട് കട്ടിലൂടെ പോകുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ച വിക്ടോറിയൻ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചതാണ് ഈ സ്മാരകം. ആയിരത്തി 1954 എലിസബത്ത് രാജ്ഞിയാണ് ഈ ദീപം ഇവിടെ തെളിയിച്ചത്. കുറേ അധികം സ്റ്റെപ്പുകളുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്. ഇവിടെ കാണുന്നതാണ് മെൽബൺ സിറ്റിയുടെ ചില ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൻറ്റ് പോൾസ് ചർച്ചും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്ലിൻറ്റേജ് സ്റ്റേഷനും ഒക്കെ കാണാം. ഇനി ഇവിടുന്ന് താഴെ ഇറങ്ങി ഇതിനകത്തേക്ക് പോകാനായിട്ട് വിസിറ്റേഴ്സ് സെൻറ്ററിൽ ചെന്ന് വേണം അകത്തേക്ക് പോകാനായിട്ട്. നടന്ന് അതിൻ്റെ ഗേറ്റിങ് വന്നിട്ട് വേണം അത് കയറാനായിട്ട്. ഇതാണ് അതിൻ്റെ പ്രധാന എൻട്രി. ഇവിടെ ഫ്രീ ആണ്. ഈ കാണുന്ന ഇവർക്ക് അന്ന് കിട്ടിയ മെഡലുകളൊക്കെയാണ്, പട്ടാളക്കാരുടെ മെഡലുകളൊക്കെയാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, പക്ഷെ നമുക്ക് എടുക്കുന്നതിനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അന്ന് മരിച്ച വിക്ടോറിയൻ പട്ടാളക്കാരുടെയൊക്കെ പേരുവിവരങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം പലരും വന്ന്, അവരുടെയൊക്കെ ബന്ധുക്കൾ വന്ന് അതൊക്കെ അവരെ കൊണ്ട് നോക്കിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് രസകരമായ ഒരു കാഴ്ച.
നമ്മളിപ്പോൾ അതിൻ്റെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് മെൽബൺ സിറ്റി എല്ലാം കാണാവുന്ന ഒരു വിധത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഷൈൻ ഓഫ് റിമംബറൻസിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത കുറേയധികം മെൽബണിലെ കാഴ്ചകളുടെ വീഡിയോകളുണ്ട്. എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം.